അത്ഭുതകരമായ പ്രായോഗിക ക്രിസ്തീയ ജീവിതം. റോമാലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം. അതുമാത്രമല്ല, കഷ്ടതയിലും നാം അഭിമാനിക്കുകയാണ്. അതുമാത്രമല്ല, കഷ്ടതയിലും നാം അഭിമാനിക്കുകയാണ്. ഇംഗ്ലീഷിലോ ആൻഡ് ദാറ്റ്സ് നോട്ട് ഓൾ. അത് മാത്രമല്ല, വി ആർ ഫുൾ ഓഫ് ജോയ് ഈവൻ വെൻ വി സഫർ. അത് മാത്രമല്ല, കഷ്ടതയിൽ നാം അഭിമാനിക്കുകയാണ് എന്നത് ഇംഗ്ലീഷ് തർജ്ജിമയിൽ നിന്ന് വരുമ്പോൾ കുറെ കൂടെ പവർഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല, ഏതൊരു കഷ്ടങ്ങളിലും നാം അത്ഭുതകരമായ നിറഞ്ഞു കവിയുന്ന സന്തോഷത്തോടുകൂടെ അതിനെ അഭിമുഖീകരിക്കുന്നു. ഇത് നിഷേധിക്കാൻ പറ്റുമോ? ഇതല്ലേ പവർഫുൾ ആയിട്ടുള്ള ക്രിസ്തീയ ജീവിതം? ഹലോ, ഇത് നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ 2 ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. ഒരു ചെറിയ പനി പോലും വരാത്ത ഒരു ജീവിതം. ഏത് മഹാരോഗം വന്നാലും സന്തോഷം കൈവിടാത്തൊരു ജീവിതം. ഇതിലേതാ പവർഫുൾ? ഇതിലേതാ ശക്തമായത്? അത് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ ഏത് സമുദായക്കാരനായാലും കുഴപ്പമില്ല. ക്രിസ്തീയ ജീവിതം ഒരു ബലൂൺ ലൈഫല്ല. ബലൂൺ വീർപ്പിച്ചാൽ എത്ര വേണമെങ്കിലും വലുതാകാം. അതിനകത്ത് പ്രത്യേക വാതകം നിറച്ചാൽ അത് പൊങ്ങിപ്പോകും. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമല്ലല്ലോ. മാജിക് കണ്ടാൽ എനിക്ക് ഇന്നും അത്ഭുതമാണ്. കുട്ടിക്കാലത്ത് ഭയങ്കര അത്ഭുതമാണ്. പക്ഷെ കാണാനൊന്നുമുള്ള അനുവാദം വീട്ടിൽ നിന്നില്ലായിരുന്നു. എന്നാൽ സ്കൂളിലൊക്കെ വരുമ്പോൾ പോയി കണ്ടിട്ടുണ്ട്. അദ്ദേഹം പോക്കറ്റിൽ നിന്നൊരു തുവാല എടുത്ത് 2 മിനിറ്റ് കൊണ്ട് അതിനെ പ്രാവാക്കി മാറ്റും. മറ്റൊരു പോക്കറ്റിൽ നിന്ന് തുവാല എടുത്തിട്ട് ചോക്ലേറ്റ് ആക്കി മാറ്റും. ഞാൻ പറയുന്നത് ചോക്ലേറ്റ് കമ്പനിയൊക്കെ നമുക്ക് നിർത്തിയിട്ട് ഇയാളെ നിർത്തിയാൽ പോരെ? ഇയാള് മാജിക് കൊണ്ടുണ്ടാക്കിയാൽ പോരെ? എന്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല ഈ കാര്യം. ഞാൻ ചോദിക്കട്ടെ, യാഥാർത്ഥ്യമല്ലേ നിൽക്കത്തുള്ളൂ? മാജിക് നിലനിൽക്കുവോ? അത് തന്നെയുമല്ല, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. And that's not all. We are full of joy even when we suffering. അപ്പൊ കഷ്ടങ്ങളില്ലാത്ത ജീവിതം ബൈബിൾ വിഭാവന ചെയ്യുന്നുണ്ടോ? യേശു വിഭാവന ചെയ്യുന്നുണ്ടോ? ഇല്ലെന്നാണ് 100% പറയാനുള്ളത്. ഇത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമല്ലേ? അപ്പൊ കഷ്ടതയില്ലാത്തൊരു ജീവിതം ഇല്ലെങ്കിൽ എന്തിനു പിന്നെ നിങ്ങളുടെ ഈ കൂട്ടായ്മ വരണം? എന്തിനീ ബൈബിള് കേൾക്കണം? അപ്പൊ ഒരു കംഫർട്ട് ലൈഫിന് വേണ്ടിയാണല്ലേ ദൈവത്തിലേക്ക് തിരിയുന്നത്? അതെ, അത് ഞാനും സമ്മതിക്കുന്നു. എന്നാൽ ഈ ദൈവം എന്ന് പറയുന്ന ആൾ നമ്മളെക്കാൾ എത്രയോ വലിയവനാണ്. നമ്മൾ ഈ പ്രകൃതിയിലോട്ട് നോക്കിയേ. സഫർ ചെയ്ത് വന്നവരൊക്കെ അല്ലേ ശക്തരായവര്. എന്തോ ഒരു ഉദാഹരണങ്ങൾ പറയാൻ, നമ്മുടെ കുട്ടികള് എഴുന്നേറ്റ് നടക്കുന്നത് എന്തുകൊണ്ടാ? അവർ കുട്ടിക്കാലത്ത് വീണത് കൊണ്ടല്ലേ. ആ കുട്ടിയെ എല്ലാ ദിവസവും ഇങ്ങനെ എടുത്തു പിടിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ആ കുട്ടി വളരുകയുമില്ല, നടക്കുകയുമില്ല. ആ കുട്ടി ഇങ്ങനെ കിടന്ന് കയ്യും കാലും ഇട്ടടിച്ച് ഓരോന്നിനെ ജയിച്ചാണ് ഒരു കുട്ടി മെച്ചുറാകുന്നത്. ഇതുപോലെ ഒരു ക്രിസ്ത്യാനി ഓരോന്നിനെ ജയിച്ച് മെച്ചുറാകുകയാണ്. അവനിപ്പോ പറയുന്നു, എനിക്കൊന്നും വിഷയമല്ല, ഞാൻ ഏതിനെയും അഭിമുഖീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നാം കഴിഞ്ഞ ദിവസം വായിച്ചതാണ്.
ഈ ലേഖനം എഴുതിയ ആള് തന്നെ മറ്റൊരിടത്ത് പറയുന്നു, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുയേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. God bless you. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.